പോവാ ഞാൻ എൻ്റെ ചാർധാം യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാം, കോഴിക്കോട് നിന്ന് ഋഷികേശിലേക്ക് അവിടെ നിന്നും ബസ് അവൈലബിൾ ആണ് കേട്ടോ. സോനപ്രയാഗ് എന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 700 രൂപ മുതൽ 1000 രൂപ വരെ ടിക്കറ്റ് അവൈലബിൾ ആണ്. നാളെ കാലത്തേക്കാണ് ഞാൻ ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമുള്ളതുകൊണ്ട് ഋഷികേശം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അമ്പലങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും മനോഹരമായ ഗംഗാനദി അതിൻ്റെ സൗന്ദര്യത്തോടെ ഒഴുകി പോകുന്നത് ഒരുപാട് നേരം നോക്കിയിരുന്നു. രാവിലെ തന്നെ ഋഷികേശിലെ നടരാജ് ചൗക്കിലേക്ക് ചെന്നു. അവിടെയാണ് ബസ് വരിക. ഇതാണ് കേട്ടോ സ്ഥലം. ഋഷികേശിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുന്ന ഒരു 35 കിലോമീറ്റർ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പക്ഷേ കുറച്ച് മുകളിലെത്തിയ മലയുടെ മുകളിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് ഫുള്ള് മഞ്ഞായിപ്പോയി, പിന്നെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കണ്ടത് വരെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പ്രകൃതി ഇങ്ങനെ അണിഞ്ഞൊരുക്കി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഫുള്ള് മലനിരകളായിട്ട് അതിൻ്റെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ വരുന്ന വഴിക്ക്. പക്ഷേ ചെറിയ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല, ബസ്സിനകത്തായിരുന്നു. മഞ്ഞായതുകൊണ്ട് ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ബസ്സുമാർ കൂടെയുള്ള മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്. ഞാൻ ഈ ബസ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 800 എനിക്ക് GST അടക്കം ഏതാണ്ട് 850 രൂപ. പക്ഷേ ഗവൺമെൻറ് ബസ്സുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നുണ്ടോയെന്ന് അറിയില്ല, ഹരിദ്വാറിൽ നിന്നുണ്ടെന്ന് പറഞ്ഞത്. ഹരിദ്വാറിൽ നിന്ന് ഏതാണ്ട് എത്രയാണ് 600 650 രൂപ അങ്ങനെ എന്താണ്ടാ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ യോഗനാഗ്രി ഋഷികേഷ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. ഇവിടുന്ന് ഇപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ബസ്സാണ് കിട്ടിയത്. കുഴപ്പമില്ല കേട്ടോ. ഇത് വലിയ ബസ്സുകളൊന്നും പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒരുവിധം എല്ലാം പോകുന്നതൊക്കെ ചെറിയ ബസ്സുകളാണ്. പ്രകൃതി ഭംഗിയാൽ മനോഹരമായ കാഴ്ചകളായിരുന്നു ബസ്സിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളും റോഡിലുണ്ടായ അപകട സാധ്യതകൾ നിറഞ്ഞ സ്ഥലങ്ങളും കണ്ടു. ഈ യാത്ര പൂർണ്ണമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം കേദാർനാഥ് ഇതുവരെ തുറന്നിട്ടില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് കേദാർനാഥ് ദർശനം നിർത്തിവെക്കേണ്ടി വന്നു. ഒരുപാട് പേർ ട്രെയിനിൽ ഞാൻ വരുന്ന സമയം ക്യാൻസൽ ചെയ്തതെന്ന് കേട്ടു. എന്നാലും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് വീണ്ടും ബ്ലോക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഏതാണ്ടൊരു 5-6 അല്ലെ 7 കിലോമീറ്റർ ഉണ്ടോ. ഇവിടുന്ന് സീതാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ച് പോകാനാണ് അവർ പറയുന്നത്. ഇനി എന്തായാലും പോകുന്നു തോന്നുന്നില്ല. ഒരുപാട് വാഹനം കണ്ടിരിക്കുക. ബസ്സിൽ നിന്ന് ആൾ പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് പോകണമെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് പേരുണ്ട്, വരെ വെയിറ്റ് ചെയ്ത് കേട്ടെ. ഇതാണ് കേട്ടോ സോനപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലം. സോൻപ്രയാഗ് ഇവിടുന്ന് ഇനി ഗൗരികുണ്ടിലേക്ക് നടന്നും പോവാം. ചിലപ്പം ജീപ്പോ മറ്റെന്തെങ്കിലും വാഹനം അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞത്. താഴോട്ട് പോയാൽ താഴത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞത്. നടന്നും പോട്ടോ. 7 കിലോമീറ്റർ അങ്ങാണ്ടുണ്ട്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ്, ഈ ഗൗരികുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് 2 പേരെ കിട്ടി. മുന്നിൽ പോകുന്ന 2 പേര്. അപ്പോൾ അവരും ഗൗരികുണ്ടില്ല താമസം അറേഞ്ച് നോക്കുന്നത്. സോൻപ്രയാഗ് എന്ന സ്ഥലത്തു നിന്നും അധികം കാശ് ചിലവില്ലാതെ ഗൗരികുണ്ടിലെത്താം. ഏതാണ്ട് 500 രൂപ മുതൽ റൂമും അവൈലബിൾ ആണ്. റൂമിൽ അധിക സമയം ചിലവഴിക്കാതെ ഞാനും മറ്റു 4 സുഹൃത്തുക്കളും കൂടി താഴോട്ടിറങ്ങി ശ്രീ ഗൗരിമായി മന്ദിരവും മനോഹരമായി ഒഴുകിപ്പോകുന്ന മന്ദാകിനി നദിയും കണ്ടു. കേദാർനാഥിലേക്കുള്ള ട്രക്കിങ് ആരംഭിച്ചിട്ടോ ഗൗരികുണ്ടെന്ന്. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് പേരൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. കാരണം എന്നെ ചെയ്യ ഞങ്ങളിങ്ങനെ 4 പേര് 3 4 5 പേര് ഇപ്പം വന്ന് ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. കേദാർനാഥ് ഇപ്പോൾ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ ക്യാൻസൽ ചെയ്ത കാരണം ഇവിടെ അധികം തിരക്ക് കുറവാണ്. പക്ഷേ വരുന്ന വഴികളൊക്കെ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. ഞാൻ തന്നെ കുറച്ച് പേടിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഭാഗത്തൊക്കെ ഇവരെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഭാഗത്തൊക്കെ അതായത് നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു 70 അല്ലെങ്കിൽ 80 ഡിഗ്രി അത്രയും ചെരുവില്ല മലയൊക്കെ ഉള്ളത്. നമുക്ക് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് പേടിയാവും. കാരണം ഈ വലിയ പാറകളൊക്കെ അല്ലേ, പകുതി മണ്ണിൻ്റെ ഉള്ളിലും പകുതി പുറത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി മഴ പെയ്താൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കുറേ ബ്ലോക്കായി. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടുന്ന്
നടന്നൊരു വേറെ സ്ഥലം വരെ, അതായത് ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഇപ്പുറം വരെ കിടക്കേണ്ടി വന്ന്. അങ്ങനെ പിന്നെ ടാക്സിയിലാണ് ഞങ്ങൾ ഗൗരികുണ്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര തിരക്കുറവുണ്ട്. ഞാൻ ഇന്നലെ താഴത്തെ ഷോപ്പിൽ നിന്ന് ചോദിച്ചപ്പോൾ സമയത്ത് ചായ പിടിക്കാൻ പോയ സമയത്ത് രാത്രി അങ്ങനെ ഭയങ്കര ആളുകൾ കുറവാന്ന് പറഞ്ഞത്. കാരണം ഈ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെയും ഈ മഴയുടെ ഒക്കെ കാരണം കൊണ്ട്. ഓ, വരുന്ന വഴി തന്നെ ട്രെയിനിൽ നിന്ന് ഒരുപാട് പേര് ക്യാൻസൽ ചെയ്തു, തിരിച്ചു പോയി. ഓ, അടിപൊളി ഒരു വാട്ടർഫോളൊക്കെ. ഓ, हाँ बोलो किधर है? ബാക്കിൽ നിന്ന് 2 പേര് വരുന്നുണ്ടോ? हुआ 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 मतलब जाओ. मलयालम हमारा लैंग्वेज है, मेरा लैंग्वेज. 2 പേരും ഛത്തീസ്ഗഡ്. നിങ്ങൾ എവിടുന്നാണ് ഭയ്യ? ചണ്ഡീഗഡ് ഓർ ചണ്ഡീഗഡ്? आप लोग ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എന്നാട്ടോ ഈ 2 പേരും. ആ മുന്നേ ആ ഫ്രണ്ടിലിരിക്കുന്ന ഈ ബാക്കിലുള്ളത്. ബാക്കിയുള്ള 2 പേര് आप लोग किधर से? ഗുജറാത്ത്. ഗുജറാത്ത്. ഇവർ 2 പേരും കപ്പിൾസ് ആണ് കേട്ടോ. കപ്പിൾസ് അല്ലേ? ആ, ഇവർ 2 പേര് ഗുജറാത്തിനാട്ടോ. നോ പ്രോബ്ലം. രാവിലെ എല്ലാ ഭക്ഷണശാലകളൊന്നും ഇല്ലെങ്കിലും ചായയും മാഗി പോലുള്ള ഭക്ഷണങ്ങൾ കിട്ടും. ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ചില ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ തലേന്നേ വാങ്ങി വെച്ചിരുന്നു. ആ ചായയും കുടിച്ച് ഞങ്ങൾ കേദാർനാഥ് അമ്പലത്തിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചു. ട്രക്കിങ്ങിലെ വഴിക്കിടയിൽ പിട്ടുവാല എന്ന ആളുകളെ ചുമന്നു കൊണ്ടുപോകുന്നവരെയും കുതിരസവാരിയും 4 ആളുകൾ സംഘം ചേർന്ന് കൊണ്ടുപോകുന്ന ചുമട്ടുകാരെയും കണ്ടു. പിട്ടുവാല എന്ന് വിളിക്കുന്ന ഒറ്റയ്ക്ക് ഒരാളെ ചുമന്നു പോകുന്ന ആളുകളെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി കണ്ടത്. ആളുകൾ വരുന്നുണ്ടോ? ഇവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് പോയിന്റോ, സെൽഫി ഒക്കെ എടുക്കാൻ പറ്റുമോ? കണ്ടോ, മഞ്ഞു മൂടിയ മലകൾ കണ്ടോ ഏറ്റവും പുറകിൽ. നിരക്കിൽ ഓരോ സമയവും വ്യത്യാസം വരുന്നത് കാരണം കൃത്യമായ നിരക്ക് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും 3000 രൂപ മുതൽ 8000 രൂപയ്ക്കുള്ളിൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ട്രക്കിങ്ങിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പുറകിൽ നിന്നും ചുമടെടുത്തു വരുന്ന കുതിരകളെയോ കഴുതുകളെയോ ആണ്. അവർ നിങ്ങളെ തട്ടിയിടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതോടെ പറയുന്നത്. 4 അല്ലെങ്കിൽ 6 പേരോ ചേർന്ന് ആളുകളെ കൊണ്ടുപോകുന്നതിനെ ദണ്ഡി എന്നും മുതുകിൽ ചുമന്നുകൊണ്ടുപോകുന്നവരെ കണ്ടി എന്നും വിളിക്കുന്നു. ഇത്തരം സൗകര്യം എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ അംഗവൈകല്യമുള്ളവരും മറ്റു പല പ്രശ്നങ്ങളുള്ളവരും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ കയറി പോകുന്നതും കണ്ട് തലേന്ന് വാങ്ങിവെച്ച വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ ഒരു അധികഭാരമായി തോന്നിയത് എല്ലാ സ്ഥലത്തും മലമുകളിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ലഭ്യത കണ്ടതുകൊണ്ടാണ്. ക്യാമറ കണ്ണുകളിലൂടെ നോക്കിക്കൊണ്ടുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ വന്ന മറ്റു 4 പേരെ കാണാതായി. എന്നാലും കാത്തുനിന്ന് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ 200 മീറ്ററോ 300 മീറ്ററോ മുന്നിൽ ഉണ്ടായിരിക്കും. എന്തു വന്നാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കൊള്ളാം. ചായ കുടിക്കാൻ വേണ്ടി കേദാർനാഥ് അമ്പലത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ നിന്നും മറ്റൊരു വിവരം കിട്ടി. ടെൻ്റ് ഹൗസുകൾ അവൈലബിൾ ആണ്. 300 രൂപ അല്ലെങ്കിൽ 350 രൂപ നിരക്ക് വരും. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നില്ല. രാവിലെ 5:30 മണിയോടെ തുടങ്ങിയ ട്രക്കിംഗ് വൈകിട്ട് ഏതാണ്ട് 4 മണിയോടെ ഞങ്ങൾ കേദാർനാഥ് അമ്പലത്തിലെത്തി. ദൂരെ കണ്ട അമ്പലം കണ്ട. ട്രക്കിങ്ങിൻ്റെ വേദനകളും അസ്വസ്ഥതകളും ഒരുപാടുണ്ടെങ്കിലും മഹാദേവൻ്റെ കേദാർനാഥ് ക്ഷേത്രം കണ്ടതോടുകൂടി എൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും അപ്രത്യക്ഷമായി. വർഷത്തിൽ ചില മാസങ്ങൾ മാത്രം തുറക്കുന്ന കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ വരുന്നുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ വരെ അടച്ചിട്ട കേദാർനാഥ് അമ്പലത്തിൽ ദർശനം കിട്ടിയതോടുകൂടെ മഹാദേവൻ്റെ അനുഗ്രഹമായി എനിക്ക് തോന്നി. ഉത്തരാഖണ്ഡിലെ മന്ദാകിനി നദിക്കടുത്തുള്ള ഗർവാൾ ഹിമാലയൻ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവൻ്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ കേദാർനാഥ് ക്ഷേത്രം ലോക പ്രശസ്തമാണ്. ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ വിഗ്രഹം അടുത്ത 6 മാസത്തേക്ക് ആരാധിക്കുന്നതിനായി ഉക്കി മഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ പുറകിലായി ഒരു വലിയ പാറ കാണും. അത് മഹാദേവൻ്റെ ശക്തി കൊണ്ട് അവിടെ എത്തിയതാണെന്ന് ഞാനടക്കമുള്ള കോടാനുകൂടി ജനങ്ങൾ വിശ്വസിക്കുന്നു. 2013 വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശമായിരുന്നു കേദാർനാഥ്. ക്ഷേത്ര സമുച്ചയത്തിനും പരിസര പ്രദേശങ്ങൾക്കും കേദാർനാഥ് പട്ടണത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ
ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. ഒരു വലിയ പാറ ഒരു തടസ്സമായി പ്രവർത്തിച്ചു, വെള്ളപ്പൊക്കത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിച്ചു. ഈ പാറയുടെ തൊട്ടുപുറകിലായി ആദി ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപം കാണാം. മന്ദാകിനി നദിക്കരയിലുള്ള കേദാർനാഥ് ക്ഷേത്രം പുനർനിർമ്മിച്ച ശേഷം ശങ്കരാചാര്യർ ഇവിടെ സമാധിയായതായി വിശ്വസിക്കുന്നു. 2013 പ്രളയത്തിൽ തകർന്ന സമാധി മണ്ഡപം പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വൈകുന്നേരത്തെ ക്ഷേത്ര ദർശനവും രാവിലത്തെ ദർശനവും കഴിഞ്ഞ് കേദാർനാഥ് ക്ഷേത്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭൈരവനാഥ് ക്ഷേത്ര ദർശനത്തിനായി മുകളിലേക്ക് കയറി. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ കാവൽ ദൈവമായി കണക്കാക്കപ്പെടുന്ന ഭൈരവൻ്റെ ഈ ക്ഷേത്രം പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അകലെയാണ്. ശൈത്യകാലത്ത് നടയടയ്ക്കുമ്പോൾ ക്ഷേത്രം സംരക്ഷിക്കുന്നത് ഭൈരവനാഥനാണെന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞത്.